ഗേസ് 25/10/2023 കോഴിക്കോട് വെള്ളയിൽ ഹാർബറിനടുത്ത് ഭീമൻ തിമിംഗലത്തിൻ്റെ ജഡം കരയിലേക്ക് വരികയും കടലിനടുത്ത് തന്നെ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. 11 മാസങ്ങൾക്ക് ശേഷം പുറത്തെടുക്കുന്ന ജഡം എന്തിനു വേണ്ടിയാണ് പുറത്തെടുക്കുന്നത് എന്ന് വിശദമാക്കുന്നു ഡോക്ടർ രതീഷ് കുമാർ, സയൻറ്റിസ്റ്റ്. കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മൾ ഈ ബീച്ചിൽ തിമിംഗലം അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ തിമിംഗലത്തിൽ നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെയാണ് അതിനെ വെട്ടിമുറിക്കാതെ നേരെ തന്നെ ഇവിടെ മറവ് ചെയ്തായിരുന്നു, സിംഗിൾ പീസായിട്ട്. അതിപ്പോൾ പഠനം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഞങ്ങൾക്ക് CMFR എന്നാണ് ഞങ്ങൾ. CMFRക്ക് ഒരു മ്യൂസിയം ഉണ്ട് കൊച്ചിയിൽ, റെഫറൽ മ്യൂസിയമാണ്, നാഷണൽ റെഫറൽ മ്യൂസിയമാണ്. അപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പെർമിഷനോട് കൂടി ഞങ്ങൾ തിരിച്ച് അന്ന് മറവ് ചെയ്ത അതിൻ്റെ സ്കെലട്ടൺ ബോൺ തിരിച്ചെടുക്കണം. എന്നിട്ട് തിരിച്ചെടുത്തിട്ട് ഇവിടുന്ന് കൊച്ചിയിൽ കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് പഠനങ്ങളുണ്ട്. അതിനുശേഷം അതിനെ മ്യൂസിയത്തിൽ വലിയൊരു ഞങ്ങൾക്കൊരു മ്യൂസിയം ഉണ്ട്, ആ മ്യൂസിയത്തിലേക്ക് സെറ്റ് ചെയ്യും. ഈ സ്കെലട്ടൺ അങ്ങനെ തന്നെ സെറ്റ് ചെയ്യും. ആ പരിപാടിയാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് രതീഷ് എന്നാണ്. രതീഷ്, CMFRയിലെ സയൻറ്റിസ്റ്റ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഷബീർ. ശരി.